വഖഫ് ബോർഡിലെ അമുസ്ലിം നിയമനത്തിൽ നിലപാട് തിരുത്തി സംസ്ഥാന സർക്കാർ. തീരുമാനം സുപ്രീം കോടതി വിധിക്ക് ശേഷമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വഖഫ് ബോർഡിൽ സങ്കീർണത സൃഷ്ടിക്കാനില്ലെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ബോർഡിലെ ഒഴിവാദ്യം നികത്തിക്കൂടെ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു. ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ സർക്കാരിനാണ് അധികാരമെന്നും കോടതി. വിശദാംശങ്ങളുമായി ഷബ്ന ചേരുകയാണ്. ഷബ്ന, വഖഫ് ബോർഡിലെ അമുസ്ലിം അംഗങ്ങളുടെ നിയമനത്തിൽ ഇപ്പോൾ സർക്കാർ ഒരു യു ടേൺ അടിച്ചു എന്ന് കരുതാനാകുമോ? അത്തരത്തിൽ തന്നെയാണ്. കാരണം സർക്കാർ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ്. നേരത്തെ തന്നെ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിലപാട് അറിയിച്ചിരുന്നു. അമുസ്ലിങ്ങളെ നിയമിക്കും എന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇത്തരത്തിലുള്ള നിയമനം നടക്കുക. കാരണം വലിയ വിവാദം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിക്കുന്നത് സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ ചർച്ചയാകുകയും മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഒക്കെ പോവുകയും ചെയ്തിരുന്നു. ഏതായാലും സർക്കാർ ഇപ്പോൾ പറയുന്നത് സുപ്രീം കോടതി എന്താണോ തീരുമാനിക്കുന്നത്, സുപ്രീം കോടതിയിൽ ഈ കേസ് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി തീരുമാനത്തിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ എന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട് സർക്കാർ. അതോടൊപ്പം തന്നെ നോമിനേറ്റഡ് അംഗങ്ങളാണ് വഖഫ് ബോർഡിൽ നിലവിൽ ഉള്ളവരിൽ പലരും. എന്തുകൊണ്ടാണ് സ്ഥിരം നിയമനം നടത്താത്തത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ഈ നോമിനേറ്റഡ് അംഗങ്ങളെ ഇത്തരത്തിൽ നിയമിക്കുന്നത് എന്താണ്? ഇത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഒഴിവാക്കണം, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഒഴിവാക്കണം എന്ന് സർക്കാരിനോട് കോടതി ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ അമുസ്ലിം നിയമനവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സർക്കാരിന്റെ യു ടേൺ ഹൈക്കോടതിയിൽ ഉള്ളത്.